അഞ്ചിലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്ട്രോബെറി പേരയാണ്. അതായത് ഈ പേര മെയ് മാസമാണ് സാധാരണയായിട്ട് ഇത് കായ് നല്ലപോലെ ഉണ്ടായി വരുന്നത്. ഇത് ഏപ്രിൽ മാസമൊക്കെ പൂവിടും. അതിനുശേഷം ഇത് തുടർച്ചയായിട്ടൊരു 2-3 മാസം കൂടുമ്പോൾ തന്നെ ഇങ്ങനെ സ്ട്രോബെറി പേര കഴിച്ചുകൊണ്ടിരിക്കും. ഇത് നല്ലപോലെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു വർഷം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് പുളിയാണ്, നല്ലപോലെ പുളിയും ചെറിയ മധുരവുമാണ് ഇതിൻ്റെ സ്ട്രോബെറി പേരയുടെ ഏറ്റവും നല്ല ഗുണം. ഇത് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഇതിൽ കിളികളൊക്കെ വന്നിരിക്കും ഒരുപാട് ഇതിൽ ചുറ്റും. ഇത് പിന്നെ ഇലകളോടുകൂടി തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് കണ്ടില്ലേ ഫുള്ള്. നല്ല ഏറ്റവും കൂടുതൽ ഇത് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുവേണ്ടിയാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ വെക്കുന്നത്. പിന്നെ ഗുണങ്ങളും നല്ല മെച്ചമാണ്. കിളികളും പൂക്കളും എല്ലാം ഇത് ഇപ്പോൾ ഈ ഫ്ലവർ പൂമ്പാറ്റെല്ലാം ഇതിലേക്ക് ആകർഷിക്കും പെട്ടെന്ന് തന്നെ. ഇതിനങ്ങനെ കേടും കാര്യങ്ങളൊന്നും വരികയില്ല പെട്ടെന്ന്. മുറ്റത്ത് നിൽക്കുന്നത് വളരെ ഭംഗിയാണ് കേട്ടോ. റെഡ് കളറിലാണ് ഇത് ഉണ്ടാകുന്നത്. വലിയ പൊക്കമൊന്നും വെക്കില്ല, ഒരു 8 അടി ആ രീതിയിലേക്ക് നിൽക്കും. പിന്നെ നമുക്ക് സൈഡെല്ലാം ഒന്ന് ബ്രൂം ചെയ്ത് വളർത്താതെ നോക്കിയാൽ മാത്രം മതി. ഒരു 8 അടി പൊക്കത്തെ നിർത്തിയാൽ മതി. മണ്ടയെല്ലാം കട്ട് ചെയ്താലേ ഒരു 15 അടി അതിൻ്റെ മുകളിലേക്ക് വിടരുത്. ഏകദേശം ആ ഒരു പൊക്കമൊക്കെ വെക്കത്തുള്ളൂ. അതിനിപ്പം തന്നെ ഇതിലേക്ക് കണ്ടില്ലേ ചിത്രശലഭങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നിരിക്കും ഈ സ്ട്രോബെറി പേരയിൽ. കണ്ടോ? ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു മെയ് കഴിഞ്ഞതിന് ശേഷം നട്ടതാണ് ഇത്. മസൂറിയും വേപ്പും പിണ്ണാക്കും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകം നല്ല പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ചാരം നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് കേടങ്ങനെയൊന്നും വരാറില്ല. പെട്ടെന്ന് തന്നെ ഇത് പഴുത്ത് താഴേക്ക് വീഴും. പിന്നെ കിളികൾ ധാരാളമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് പറന്നു വന്നിരിക്കും ഈ സ്ട്രോബെറി പേര ഉണ്ടെങ്കിൽ. ഇതിന് അധികം ഇടയൊന്നും വേണ്ട, കുറച്ച് സ്ഥലങ്ങൾ മാത്രം മതി. നമ്മുടെ വീടിൻ്റെ ഹൈറ്റ് പോലുമില്ല ഈ സ്ട്രോബെറി പേരയ്ക്ക്. നമ്മുടെ ഇതിന് ചുറ്റും നമുക്ക് ഒരു വെയിൽ പോലെ ഇങ്ങനെ നിന്നോളും. ചെറിയ കമ്പുകളാണ് ഇതിനകത്തുള്ളത്. അതിലിടയ്ക്കത്തെ കമ്പുകളൊക്കെ നല്ലപോലെ ഇതിൻ്റെ അകം നമ്മളിപ്പോൾ കാണിച്ചു തരാം. പൊളിയിട്ട് നമ്മൾ 2 ആയിട്ട് പൂവാണ്. പൂവിന് ശേഷം കൊണ്ടാവും ഇത് കണ്ടോ. വലിയ വലിപ്പമൊന്നും വെക്കില്ല, ഒരു നെല്ലിക്കായുടെ വലിപ്പം മാത്രമേ ഉള്ളൂ സ്ട്രോബെറി പേരയ്ക്കുള്ളൂ. നല്ല പുളിയാണ് ഏകദേശം. പിന്നെ ഒരു മധുരവും കൂടെ കൂടിയതാണ്.